സാധനം പൊങ്ങി വരണ കണ്ടോ കണ്ടോ ഇതാണ് പൊന്തി വരും കേട്ടോ. നമ്മൾ വീഡിയോ കണ്ട മാതിരി അങ്ങനെ ആയിട്ടില്ല. വേണമെങ്കിൽ സ്പൂണ് വെച്ചിട്ട് ഇതളക്കാം. നമുക്ക് ഒന്ന് കുടിച്ചോ. ഗ്യാസിന്റെ സൈസ് എന്താ ടേസ്റ്റ് ആവാൻ ഡിസോൾവ് ആയിട്ടില്ലല്ലോ. സമയം വേണ്ടേ? കുറച്ചും കൂടി സമയം വേണ്ടേ? ആയിക്കണോ? കുറച്ചും കൂടി സ്പൂണോണ്ട് നൽകിയേക്കാം. സ്പൂണൊന്നും എടുത്തോണ്ടേ. അപ്പൊ തൊട്ട സ്പൂൺ കിട്ടി. നമുക്കിതൊന്ന് ഇതാക്കാം. അപ്പൊ ഇത് ഈ സാധനം ഇങ്ങനെ എടുക്കാം. പൊട്ടിന് വരെ എടുക്കാം. കഞ്ഞിവെള്ള മധുരാവും. ടേസ്റ്റ് ഒക്കെ ഒരു ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഈ സാധനം എടുത്താൽ ഞാൻ ഇതിൽ ചെയ്ത സാധനം എന്നിട്ട് ഈ ഓറഞ്ചിന്റെ ഫ്ലേവറാണ് ഇതിൽ മുക്കുമ്പോൾ വരുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ഇതാക്കണം, പൊടി ആക്കണം കേട്ടോ. ഇത് അമർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത് റിയൽ ആണ് കേട്ടോ. അലക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെറുതാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മധുരാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഒന്നും കൂടി ഇടാം. പക്ഷെ ഞാൻ ഇടുന്നില്ല. ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി ഇടാം, നല്ല രസം ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെ ഇടുന്നില്ല. ഇത് എനിക്കുള്ള പ്രശ്നം ഇത് അലക്കുമ്പോൾ ഇതൊരു പൊടി ആക്കുമ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അല്ലെങ്കിൽ ഞാൻ ഇടുന്നത്. ഇത് പൊടി ആവണം. ഇങ്ങനെ ഇതൊക്കെ അലയണം. അത് നമ്മള് ഇത് പൊടിച്ചോണ്ടിരിക്കണം. പൊടിക്കുമ്പോൾ ഇനി ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ കുറച്ച് ഇത് ശരിക്കും ഇങ്ങനെയാണ്. ഇതിൽ കുറച്ച് ഇത് 2 എണ്ണം ഇടണം. പക്ഷെ ആ 2 എണ്ണം ഇട്ടിട്ടില്ല. ഒന്ന് കഷ്ണാക്കിയിട്ടാണ് ഇത് കിട്ടുക. ഇനി വേണേ ഇത് കുറച്ച് ടൈം മാത്രം ഇതിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് ടൈം മാത്രം ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നാലും. പക്ഷെ ഞാൻ കുറച്ച് ടൈം വെച്ചിട്ടില്ല. അപ്പോഴത്തേനാണ് ഇങ്ങനെ കണ്ട ഇത് ചെറിയ സമയത്ത് ഇങ്ങനെ അരിയുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ പൊടിയാക്കിയിട്ട് ഇതിക്കിടാം. വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഏറ്റവും സിമ്പിൾ കാര്യം കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ കൈമൽ ഫുള്ള് ചെളിയോ. പിന്നെ അതാക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെ നിലത്ത് പോകും. അപ്പം ഞാൻ അപ്പം ചെയ്ത് ഇങ്ങനെയാണ്. കണ്ട ഇതിങ്ങനെ അലിയുണ്ട്. ഈ സാധനം അലിനെ വരെ നമ്മൾ അലക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ടേസ്റ്റ് ചെയ്തപ്പം നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്തില്ല. ഇപ്പം അതിനെക്കാട്ടി എല്ലാം ടേസ്റ്റ് ഉണ്ട്. നിറം അങ്ങനെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇതും പിന്നെ ഇത് വേണമെങ്കിൽ ഇതും പിന്നെ ഇതും. ഇപ്പൊ ഇതിന്റെ ഫ്ലേവർ ഈ ഓറഞ്ച് ഫ്ലേവർ ആട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് സ്ട്രോബെറി ഫ്ലേവർ ആക്കാം. സ്ട്രോബെറി ഫ്ലേവർ ആക്കുമ്പോൾ കളർ വരും അറിയില്ല. ചിലപ്പോൾ കളർ വരും, ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ സ്ട്രോബെറിൻ്റെ ഫ്ലേവർ ഇതിൻ്റെ അടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലേവർ. നമുക്കിതിന് ഫുള്ള് കുടിച്ചാലോ. ഒരു പൊളിയൊക്കെ വരും, എന്നാലും ഒരു ഓറഞ്ചിന്റെ ഫ്ലേവർ ആയിട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ. ബൈ ബൈ. വാങ്ങാലാ ഫസ്റ്റ് മുതലേ ആയിക്കോട്ടെ. നമ്മൾ ചെയ്ത നമ്മൾ ഒരു ദിവസം മുമ്പ് നമ്മൾ ഇതിലും ഇത് ചേർത്തില്ല. ഇനി നമുക്കൊന്നും കൂടി അതിൽ തന്നെ ഒന്ന് ഇതാക്കാം. ഇപ്പോഴും അത് അങ്ങോട്ടൊന്നും ചെയ്യാൻ സാരമില്ല. നമുക്കൊന്നും കൂടി ഇടാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊടിച്ചിടാം കേട്ടോ. പൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ ഇടാം. കുറച്ച് ടൈം ഇങ്ങനെ നമുക്ക് ഇട്ട പാടന്നെ ഇങ്ങനെ ഇതാക്കാം ചെയ്യാം.
ഇതിങ്ങനെ മെല്ലെ മെല്ലെ അരി കിട്ടും. അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഞാനങ്ങനെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് നിങ്ങൾക്ക് ധൃതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെല്ലാം കളിക്കാൻ മതി. അപ്പോൾ ഇത് 2 മിനിറ്റ് അങ്ങനെ നമുക്കൊന്ന് കൊടുക്കാം. ഇത് അലക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നാലും സാരമില്ല, ഉണ്ടാവും. കളർ ഇങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കഞ്ഞിൻ്റെ കളറായിരുന്നു, ഇപ്പം ഇങ്ങനത്തെ കളറായിരുന്നു. കളർ ഇങ്ങനെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാവരും എന്തെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. റിയലാണ്, ഫേക്കല്ല. കണ്ടോ അപ്പം ഇങ്ങനെ ആയിട്ടോ. അത് ഫുൾ അലിഞ്ഞിട്ട് എന്നാൽ ഈ കുഞ്ഞു കുഞ്ഞു പൊടികളുണ്ട്, അതും കൂടി അലക്കാൻ വേണ്ടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. കുറേ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും, ഇതിന് സ്ട്രോങ് വെച്ച മാറി ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നും നിങ്ങൾ ഇതാക്കണ്ട, ശ്രദ്ധിക്കണ്ട, ആണ്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ ആക്കാം മിക്സ് ചെയ്യാം. നമ്മൾ മുട്ടൊക്കെ ഇതാക്കും, നമ്മൾ അടിക്കില്ല, അതേമാതിരി ഇങ്ങനെ അടിച്ചിട്ട് കളിക്കാം. ഇതൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ട് നല്ല അരിയണം. അതുകൊണ്ടാണ് ഞാൻ പറയണേ നല്ലോണം. ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ അരിക്കാം കേട്ടോ. വേണമെങ്കിൽ നഖം വെച്ച് ചെയ്യാം. ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. അത് ഇരിക്കാം. കുറച്ചേരം ഇത് വെച്ച് ഇനി അതേമാതിരി തന്നെ നമുക്ക് ഇതൊക്കെ എടുത്ത് ചെയ്യാം. കണ്ടോ ഗൈസ്, ഈ കളർ ഇങ്ങനെ മാറുന്നു. ഇത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് കളർ കിട്ടും. കണ്ടോ, ഇതിൻ്റെ സൈഡിൽ നോക്കൂട്ടോ, ഒരു ചെറുതായിട്ടൊരു ഓറഞ്ച് കളർ ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ ഓറഞ്ച് 7 എടുത്തുള്ളത്. ഇതിപ്പോൾ ഓറഞ്ച് 7 ആയിട്ടാണ് എടുത്തിട്ടുണ്ടോ. ഇപ്പോൾ ഒരു പീസ് ഫുൾ അലഞ്ഞില്ല, ഇത് ഫുള്ളും അലഞ്ഞിട്ടോ. പക്ഷെ ഒറ്റ കഷ്ണമൊക്കെ ഉണ്ട്, അതൊന്നും സാര ചെയ്യാം. കണ്ടോ, ഒറ്റ കഷ്ണം ചെയ്യാം. ഇതാ കണ്ടോ, നല്ല മിസ്സാക്കിട്ടോ. ചിക്കാക്ക് നോക്കി കഞ്ഞിവെള്ളം മതി നോക്കെ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്താക്കിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എന്തായാലും ഒന്ന് ചെയ്ത് വെക്കണം. കണ്ടോ, ഇതിൻ്റെ പേരൊന്നും അറിയില്ല, ഇത് എന്തായാലും വാങ്ങി വെക്കണം. ഇത് മരുന്ന് കടയിലൊക്കെ ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഇത് മരുന്ന് കടയിലൊക്കെ ഉണ്ടാവും, എല്ലാ കടയിലും ഉണ്ടാവുന്ന സാധനം. അപ്പൊ ഇത് മരുന്ന് കടയിലും നല്ല പുളിപ്പുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിട്ടിട്ട് മരുന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന സാധനമായിട്ട്. ഇതൊരു മുട്ടായി, അത് വെറുതെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ ഇത് 2 ഇട്ടിട്ട് ഇതിട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കുടിച്ചു. 2 ഇതങ്ങനെ കുടിച്ചു. വേണ്ട മതിയാ കണ്ടോ, നമുക്കിത് പുളിപ്പുണ്ട് എടുക്കണ്ട. കണ്ടോ, ഇത് നമുക്ക് പുളിപ്പുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മധുരമുള്ള മുട്ടായി എന്തെങ്കിലും വേണ്ടി കഴിക്കാം. ഇത് എനിക്ക് കുറച്ച് പുളിപ്പുള്ള മതി തോന്നി. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മധുരമുള്ള തിന്നിട്ട് അത് കുറച്ച് കടിച്ചിട്ട് ഒന്നിട്ട് കട്ടാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.